മറ്റൊരു വാർത്ത. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ നടപടി. സ്റ്റേഷൻ SI ജിമ്മി ജോസിനെ സസ്പെൻഡ് ചെയ്തു. സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കും. നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, ഇപ്പോഴും പ്രതിഷേധ സമരം തുടരുകയാണോ? എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? ഫിജി, പ്രതിഷേധ സമരം ഇവിടെ തുടരുക തന്നെയാണ്. പ്രതിഷേധക്കാർ റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജനകീയ സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മരണത്തിന് കാരണക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും കണ്ടെത്തുക, ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, ആരോപണ വിധേയരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുക, കൃത്യമായ രീതിയിൽ കാര്യമായ രീതിയിൽ ഈ ഒരു അന്വേഷണത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ്. അതായത് മരണപ്പെട്ട മനോഹരൻ എന്ന വ്യക്തിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. ഈ ഒരു അന്വേഷണത്തിൽ യാതൊരുവിധ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ഇതിന്റെ കാരണക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമോ ഉണ്ടാവുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. ആരാണോ ഇതിന് കാരണക്കാരായിട്ടുള്ളവർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുക, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ പ്രധാന ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ജനകീയ സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, റോഡ് പോലും ഉപരോധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ അല്പം മുൻപ് വരെ ഇതുവഴി കടത്തിവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വാഹനങ്ങൾ പോലും കടത്തിവിടാൻ അനുവദിക്കാതെ വെയിലത്തിരുന്നു കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട മനോഹരൻ എന്ന വ്യക്തി, അദ്ദേഹം യാതൊരുവിധ തരത്തിലുള്ള കുറ്റങ്ങളും ചെയ്തിട്ടില്ല. പോലീസ് അദ്ദേഹത്തെ കൊന്നു കളയുകയാണ് ചെയ്തത്. ഇതൊരു സ്വാഭാവിക മരണമല്ല, ഇതൊരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു ജനകീയ സമരസമിതി പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘടനകളുടെയോ സമരം എന്ന രീതിയിലല്ല. ഇത് ഒരു ആളുകളുടെ, ഒരു ജനവിഭാഗത്തിന്റെ, ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നം എന്നതിനെ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പോലീസിന് നേരെ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരം തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും മാറി റോഡിലിരുന്നു കൊണ്ട് കുത്തിയിരുന്നു കൊണ്ട് സമരം ചെയ്യുന്ന ഒരു രീതിയാണ് കാണാൻ സാധിച്ചത്. നേരത്തേതിനേക്കാളും ശക്തമായ രീതിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു കുത്തിയിരിപ്പ് സമരം നടക്കുന്നത്. പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ഈ ഒരു സമരം ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം, ഈ ഒരു മനോഹരൻ എന്ന വ്യക്തിയുടെ മരണത്തിന് കാരണക്കാരായ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം അല്ല സസ്പെൻഡ് ചെയ്യേണ്ടത്. ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണോ അവരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണം. ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ പിൻബലത്തിന്റെയോ ബലത്തിൽ ഈ ഒരു കേസ് മായ്ച്ച് കളയാൻ സാധിക്കുകയില്ല. ക്രൈംബ്രാഞ്ച് കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തണം എന്നത് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു കുത്തിയിരിപ്പ് സമരം ഇവിടെ നടത്തുന്നത്. തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഈ ഒരു വിഷയത്തിൽ മനോഹരന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ തങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഇത് തങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. പ്രതിഷേധ സമരം ഇവിടെ പുരോഗമിക്കുകയാണ്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന് മുൻപിലായിരുന്നു കൊണ്ട് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു രീതി തന്നെയാണ്. കൂടുതൽ സമര പരിപാടികളിലേക്ക് തങ്ങൾ കടക്കും. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയാനൊക്കെയാണ് വിവരങ്ങൾ നൽകുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മരണം എന്ന് ആരോപിച്ച് മനോഹരന്റെ ബന്ധുക്കളും നാട്ടുകാരും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും എല്ലാം പ്രതിഷേധത്തിലാണ്.